കാർത്തികപ്പള്ളി സ്കൂളിലെ മേൽക്കൂര തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് സ്കൂളിന്റെ മുന്നിൽ ഉണ്ടായത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് രാവിലെ എത്തിയ രക്ഷകർത്താക്കളുമടക്കം ഇവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരാതി ഉന്നയിക്കുന്നുണ്ട്. ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിയ രക്ഷകർത്താക്കൾ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്തരത്തിലൊരു സുരക്ഷാ ഓഡിറ്റ് സ്കൂളുകളിൽ നടക്കും എന്നുള്ളതാണ്. തേവലക്കരയിൽ ഉണ്ടായ സംഭവങ്ങളടക്കം പശ്ചാത്തലത്തിലാണ് മന്ത്രി അക്കാര്യം പറഞ്ഞത്. ഒപ്പം തന്നെ കാർത്തികപ്പള്ളി സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. അതായത് സുരക്ഷാ പ്രശ്നങ്ങളുള്ള കെട്ടിടങ്ങളാണെങ്കിൽ, ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങളാണെങ്കിൽ അത് പൊളിച്ചു നിൽക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇവിടെ രാവിലെ എത്തിയ രക്ഷകർത്താക്കൾ, അതായത് ഇന്നലെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ പറഞ്ഞത് ആ കെട്ടിടത്തിൽ പഠനം നടക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. എന്നാൽ ഇവിടെയുള്ള രക്ഷകർത്താക്കൾ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം അല്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇന്നലെ പ്രധാനാധ്യാപകൻ ഉൾപ്പെടെ പറഞ്ഞത് ഈ അപകടം നടന്ന കെട്ടിടത്തിൽ പഠനം നടക്കുന്നില്ലായിരുന്നു എന്നാണ്. എന്താണ് അത്? ശുദ്ധ നുണയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഇവിടെ 3:45 വരെ ക്ലാസ് പ്രവർത്തിച്ചതാണ്. അവിടെ എങ്ങനെയാണ് ഇവര് പറയുന്ന രീതി? 1.5 കൊല്ലത്തോളം ക്ലാസ് ഇല്ലെന്ന് പറയുന്നത് ചുമ്മാതാണ്. 4B 4C 7C പ്രിൻസിപ്പലിന്റെ റൂം ഇത്രയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. 4Bയുടെ മേൽക്കൂരയാണ് ഇടിഞ്ഞ് താഴോട്ട് വീണത്. ഇതിനു മുമ്പും കുട്ടികൾ ആ ക്ലാസ്സിൽ ഇരുന്നപ്പം വെള്ളം വീഴുന്നതോട് ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് ചോരുന്നുണ്ടെന്ന്. അപ്പൊ പറഞ്ഞത് ബെഞ്ച് നീക്കിയിട്ട് തുള്ളിയായിട്ടല്ലേ വീഴുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ലെന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. ഇവിടെ ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം പറയുമ്പോൾ പറഞ്ഞത് ഇലക്ട്രിക്കലിന്റെ കറണ്ടില്ല കാര്യങ്ങൾ. അന്നേരം എല്ലാം ഞങ്ങൾ പറയുന്നുണ്ട്, കറണ്ടിന്റെ പ്രശ്നം നോക്കണ്ട, കുഞ്ഞുങ്ങളെ മാറ്റൂ. കാരണം അത്രയും ശോചനീയമായിരുന്നു അവസ്ഥ. ഓട് മാറ്റുന്നുണ്ടെന്ന് പറയുന്നു. ഓട് മാറ്റിയാൽ പോരാല്ലോ, ഈ പട്ടികയിലും ദ്രവിച്ചിരിക്കുന്നതും എല്ലാം മാറ്റണ്ടേ? ഞങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് മാറ്റുന്നത്. ആ സ്റ്റേജ് കണ്ടോ? അവിടുത്തെ സ്റ്റേജിലാണ് 3ാം ക്ലാസ്സിലെ എല്ലാ ഡിവിഷനിലെയും കുട്ടികൾ അവിടെ ഇരുന്നാണ് പഠിക്കുന്നത്. ഇന്ന് പുതിയ കെട്ടിടം ഉപയോഗിക്കുന്നേ ഇല്ലായിരുന്നു. ഇന്നിപ്പം ഇതുവരെ സ്കൂളിന്റെ ഒരു പ്രോഗ്രസ് പോലും ഞങ്ങൾക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്റെ 2 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 2 ഗ്രൂപ്പ് ഉണ്ട് സ്കൂളിലെ. ഞങ്ങൾക്ക് മെസ്സേജ് അങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ല, പക്ഷെ അവരിടും. പക്ഷെ സ്കൂളിന്റെ പ്രോഗ്രസ് ഇപ്പം ഞങ്ങൾ അകത്ത് കയറിയപ്പോ അവര് പറയുന്നു കളക്ടറുടെ ഓർഡർ കിട്ടാതെ കുട്ടികളെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് കുട്ടികളുടെ അവസ്ഥ. കുട്ടികൾ ഇരിക്കുന്ന ഇന്നിപ്പോ പുതിയ കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റിയിട്ടുണ്ടല്ലോ. എന്താണ് കുട്ടികളുടെ അവസ്ഥ? ഒരു ഡിവിഷനിൽ തന്നെ ഒന്നിലധികം ഒരു റൂമിൽ തന്നെ ഒന്നിലധികം ഡിവിഷനിലെ കുട്ടികൾ ഉണ്ടെന്ന് പറയുന്നത് ആ സത്യ. കാരണം ആ ഇടിഞ്ഞു വീണ സ്ഥലത്തെ 4Bയുടെ ക്ലാസ് റൂമാണ് ഇടിഞ്ഞു കിടക്കുന്നത്. അവിടെ 25 കുട്ടികളുണ്ട്. ഇവര് ഈ പറയുന്നത് ഇന്ന് നടന്നിരുന്നെങ്കിൽ, ഇന്ന് ഞങ്ങളോട് SMCയുടെ ഒരു ആള് ചോദിച്ചാണ്, കമ്മിറ്റിയിലെ ഒരു അംഗം ചോദിച്ചാണ്, കുട്ടികൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. കുട്ടികൾക്ക് കുഴപ്പമുണ്ടായിരുന്നെങ്കിലോ? ഇപ്പോൾ ഈ സംഭവം നടന്ന ആ ബിൽഡിംഗില് ചെറിയ കുട്ടികളായിരുന്നു. അതായത് LKG UKG 4Bയിലെ കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സത്യമായ നിങ്ങൾ പ്രതിഷേധം അറിയിക്കുമ്പോൾ അധ്യാപകർ എന്താണ് പറയുന്നത്? സാറ് പറഞ്ഞ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, 1 കൊല്ലത്തോളം ആയെന്നാ പറയുന്നത്. കുട്ടികളെ മാറ്റി. അപ്പൊ ഞങ്ങൾ അല്ലല്ലോ സാറേ അന്നേരം പറയുന്നത് മീറ്റിംഗിനകത്ത് 1, 2, 3 ക്ലാസ്സിലെ മീറ്റിംഗ് നടത്തി. അപ്പൊ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുതിയ ബിൽഡിംഗിൽ നിങ്ങളെ ഇരുത്താന്ന്. എന്നിട്ട് തിങ്കളാഴ്ച ഞങ്ങൾ ഇരുത്താനിരിക്കുകയാണ്. അന്നേരമായി സംഭവം ഉണ്ടായെന്നാ പറഞ്ഞു. പക്ഷെ അത് വെറുതെയാണ് പറയുന്നത്, വെറുതെ ഉള്ള കാര്യങ്ങളാണ്. നിലവിൽ നിങ്ങൾ കുട്ടികളെ കണ്ടോ? കണ്ടു. എന്താ ഒരു സാഹചര്യം? പുതിയ കെട്ടിടത്തിലോട്ടാ ഇപ്പൊ മാറ്റിയത് പറഞ്ഞത്. പുതിയ കെട്ടിടത്തിലും ഇത്രയും കുട്ടികളെ ഉൾക്കൊള്ളാനുള്ള ഒരു സൗകര്യങ്ങളുണ്ടോ അതിനകത്ത്? സൗകര്യങ്ങളുണ്ട്. കറണ്ടിന് മാത്രം ഒരു വിഷയം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അതാണ് പറയുന്നത്. അതായത് വൈദ്യുതി ബന്ധം അവിടേക്ക് കിട്ടിയിട്ടില്ല. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ടാണ് കുട്ടികളെ ഇരുത്താതിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. പക്ഷേ അങ്ങനെയല്ല സാഹചര്യം എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ വ്യക്തമാക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെ സംബന്ധിച്ച് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതും അവർ പറയുന്നുണ്ട്. എന്തായാലും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 25 മുതൽ 31 വരെയാണ് ആ ഓഡിറ്റ് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ അടക്കം ഇവിടെ എത്തി, ഈ ഓഡിറ്റിൽ ഉൾപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഓരോ കെട്ടിടങ്ങളുടെയും സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള വിശദമായൊരു പഠനം നടത്തി അതിനകത്ത് തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. കാർത്തികപ്പള്ളിയിൽ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ കഴുക്കോലുകൾ തകർന്ന മേൽക്കൂര നിലംപതിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിനകത്തും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണം എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കും എന്നുള്ള ഒരു ഉറപ്പും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. വലിയ പ്രതിഷേധം ഉണ്ടായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട
ഇവിടെ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമുണ്ടായി. അതിനുമൊക്കെ അപ്പുറത്തേക്ക് തേവലക്കരയിൽ അടക്കം ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ സുരക്ഷയിൽ രക്ഷകർത്താക്കൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സംഭവങ്ങളിനകത്ത് കൃത്യമായ ഒരു സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. BJP ഉൾപ്പെടെ പറയുന്നത് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റാത്തതെന്നുള്ള ആക്ഷേപം BJPയും ഉന്നയിക്കുന്നുണ്ട്. കാർത്തിപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.